വർഷങ്ങളായിട്ട് അറിയുന്നവരാണ് ഇതിനെയും എന്നെയും ആടിനെയും അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിനെയും എല്ലാം. അപ്പം ബേസിക്കലി ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതായത് നേരത്തെ പറഞ്ഞ ഒരു പ്രസ് കോൺഫറൻസ് ആയിട്ട് കാണേണ്ട കാര്യമില്ല. കാരണം റിലീസിനോടനുബന്ധിച്ച് നമ്മൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരെയും വിളിച്ചിരുത്തിയുള്ള ഒരു പ്രസ് കോൺഫറൻസ് നടത്താനുള്ള ഒരു പ്ലാനുണ്ട്. നമുക്ക് അനുശ്രമിക്കാം. ഇത് ഇന്ന് മീഡിയയ്ക്കും ഓൺലൈൻ മീഡിയയ്ക്കും എല്ലാം സിനിമയുടെ വിജയത്തിൽ വളരെ വലിയ സ്ഥാനമാണുള്ളത്. നിങ്ങൾ കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഒരു സിനിമയെ എങ്ങനെ അതിൻ്റെ വിജയത്തിലേക്ക് നയിക്കാമെന്നുള്ളത് ഓൺലൈൻ മീഡിയ ഇസ് വെരി സ്ട്രോങ്. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും എല്ലാ സഹായങ്ങളും സപ്പോർട്ടും റിക്വസ്റ്റ് ചെയ്യുന്ന, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിലീസ് സംബന്ധമായ ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം നൽകാൻ, റിലീസ് സംബന്ധമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഞാനും, കണ്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഡയറക്ടർ കൂടെ ഉണ്ട്. ഇതൊരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് ആയിട്ട് ആണ് നിങ്ങൾ കരുതേണ്ടത്. നിങ്ങളോട് അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് കാണാനും ഒരു സൗഹൃദ സംഭാഷണത്തിന് ആക്ടേഴ്സും കുറച്ച് പേര് ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ നിങ്ങൾ ഡിന്നർ കഴിക്കുമ്പോഴോ ഒക്കെ വന്ന് നിങ്ങൾ കാണുന്നതായിരിക്കും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ട്രെയിലർ നിങ്ങൾ കണ്ടതാണ്. വളരെ നല്ല റെസ്പോൺസാണ് നിങ്ങൾക്ക് ട്രെയിലറിന് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് നല്ല കമൻസ്, നല്ല മെസ്സേജസ്, നല്ല റിയാക്ഷൻസ് ഓൺലൈൻ മീഡിയയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഒരുപാട് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് ചോദ്യങ്ങളിലേക്ക് കിടക്കാം അല്ലേ? ഓക്കെ, ഷൂട്ട്. സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവർക്ക് ചോദിക്കാനുള്ള ഇതിൽ റൈറ്റ് ഇല്ല കേട്ടോ. ചോദിക്കുന്നതിന് മുമ്പ് പറയാം, മൈക്ക് അങ്ങോട്ട് പോയത് പറയാം. കഴിവതുമല്ല, ആട് ഫ്രാഞ്ചൈസിയെ കുറിച്ചും ആടിനെ കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം. അതിനാണിത്. ആട് 3 ഇറങ്ങുന്നു എന്ന് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ തന്നെ ഓൾറെഡി ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, പ്രേക്ഷകർക്ക് ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇപ്പൊ ഓരോ ക്യാരക്ടറിനും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിങ്ങൾ ചെയ്ത പ്രൊമോഷൻ രീതി എല്ലാം ഡിഫറെന്റ് ആണ്. ഇപ്പൊ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ഫസ്റ്റ് പോസ്റ്റർ ഒക്കെ ഇറങ്ങിയ സമയത്ത് ഇത് ആട് 3 എന്താണ്, വിന്റേജിലോട്ടാണ് പോകുന്നത്, എന്താണെന്ന് ഒരു ഗ്രാഫ് കിട്ടുന്നില്ല. ട്രെയിലർ ഇറങ്ങിയപ്പോൾ വേറൊരു എല്ലാം കൺഫ്യൂസ് ചെയ്ത് എന്താണ് ശരിക്കും പ്രേക്ഷകർ ആട് 3 എക്സ്പെക്ട് ചെയ്യുന്നത്? ഒരു ഫൺ റൈഡ് ആണോ? തീർച്ചയായും. കാരണം ഇന്നലെ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായത് നമ്മുടെ രാജാവിൻ്റെ ക്യാരക്ടറൈസേഷൻ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ നിങ്ങൾ കണ്ടതാണ്. നമ്മുടെ സിനിമയുടെ സ്വഭാവം പൂർണ്ണമായും വെളിവാക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തിയറീസ്, സ്പെക്യുലേഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓൺലൈനിൽ ഫ്ലോട്ട് ആവുന്നുണ്ട്. എന്നാലും ഏറെക്കുറെ നമ്മൾ പറയാൻ ആഗ്രഹിച്ചത് തന്നെയാണ് ആളുകൾക്ക് മനസ്സിലായിരിക്കുന്നത്. നിങ്ങൾക്കത് ആദ്യത്തെ പോസ്റ്റ് സെക്ഷൻ ഓഫ് പോസ്റ്റേഴ്സിൽ നിന്നൊക്കെ തന്നെ നിങ്ങൾക്കൊരു ക്ലൂ കിട്ടിയിട്ടുണ്ടാവും. ഒരു കാലഘട്ടത്തിൻ്റെ കഥ കൂടിയുണ്ട് നമ്മുടെ ആട് 3. ഇത്തവണ നമ്മൾ ഒരു ടൈം ലൈനും കൂടി കൂടുതൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. അപ്പം മറ്റൊരു ടൈം ലൈനിൽ ഒരു ഭൂതകാലത്തിൽ എന്ന് വിളിക്കാവുന്ന ഒരു കാലത്തിൽ ഇവരുടെ ലുക്ക് ആൻഡ് ഫീലുള്ള മറ്റൊരു കൂട്ടം പുതിയ ക്യാരക്ടേഴ്സ്, ഒരു ആട് മണ്ണിൽ എങ്ങനെ ഷാജി പാപ്പനും സർവത്ത് ഷമീറും അറക്കലും ഒക്കെ വന്നോ അതുപോലെ ഒരു കൂട്ടം ആളുകൾ കൂടി നമ്മുടെ ആടിൻ്റെ യൂണിവേഴ്സിലേക്ക് വരികയാണ്. ആക്ച്വലി ആട് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞൊരു തമാശയ്ക്ക് പറഞ്ഞു തുടങ്ങിയതാണെങ്കിലും ഇപ്പം ഒരു 6-7 പുതിയ ക്യാരക്ടേഴ്സിൻ്റെ അഡീഷൻസോട് കൂടി നമ്മുടെ യൂണിവേഴ്സ് ഒന്നും കൂടി വലുതായിരിക്കുകയാണ്. നിങ്ങൾക്ക് അവരെ വേണമെങ്കിൽ മറ്റൊരു ടൈം ലൈനിൽ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരേ രൂപസാദൃശ്യമുള്ള ആളുകൾ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പുനർജന്മങ്ങൾ എന്ന് വിളിക്കാം. എങ്ങനെയാണെങ്കിലും നമ്മുടെ പടത്തിലേക്ക് ഒരു ടൈം ലൈൻ കൂടെ ആഡ് ചെയ്യപ്പെടുകയാണ്. ബേസിക് ഫ്ലേവറിലൊന്നും ഒരു മാറ്റമില്ല. നമ്മളത് ഹ്യൂമറോടെ തന്നെയാണ്. അത് നിങ്ങൾ കണ്ടതാണ് ട്രെയിലറിൽ. പിന്നെ സ്കെയില്, ക്യാൻവാസ്, സ്കോപ്പ്, പ്രൊഡക്ഷൻ വാല്യൂ എല്ലാം നമ്മൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് കൂടുതൽ ഒരുപാട് കൂടുതൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അത് കഥ ആവശ്യപ്പെട്ടത് കൊണ്ടാണ്. കാരണം ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള
ഒരു സിനിമയായിരിക്കും ആട്. നമ്മുടെ സിനിമയുടെ സ്ലാപ്സ്റ്റിക് സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഫാൻറ്റസി എലമെന്റുകൾ ചേർത്തുകൊണ്ട് ചെറുതായിട്ടൊന്ന് എപ്പിക് ഫാൻറ്റസി എന്ന് വിളിക്കാവുന്ന ഒരു രൂപത്തിലേക്കാണ് ഇത്തവണ ആട് പ്രസന്റ് ചെയ്യപ്പെടുന്നത്. ആടിന്റെ 3ാം ഭാഗം ഒരു വ്യത്യസ്തമായ ഒരു സിനിമാ അനുഭവമായിരിക്കും, ഒരു വ്യത്യസ്തമായൊരു കോമഡി സിനിമയായിരിക്കും. വിജയ് ചേട്ടാ, അതേപോലെ ഇപ്പൊ ടൈറ്റിൽ തന്നെ ആട് 3 1 ലാസ്റ്റ് റൈഡ് പാർട്ട് 1 ആണ്. അതായത് ഒരു പാർട്ട് 1 ഓൾറെഡി അനൗൺസ് ചെയ്യിച്ച് അതിന്റെ പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചുണ്ടാകുന്ന ഒരു പ്രോമിസ് അല്ലെങ്കിൽ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമില്ലേ? ഓൾറെഡി ഒരു പടം അത് പ്രേക്ഷകൻ എടുക്കോ ഇല്ലയോ, വിജയിക്കോ ഇല്ലയോ എന്നറിയാതെ ഇതിനൊരു പാർട്ട് 2 ഉണ്ട്, വന്നിരിക്കും എന്ന് ഒരു പ്രോമിസ് കൊടുക്കുന്ന ചെറിയൊരു കാര്യമില്ല. അപ്പോൾ ആ കോൺഫിഡൻസ് ഞാൻ ആട് 1 ഇറങ്ങിക്കഴിഞ്ഞ് ആട് 2 ചെയ്തപ്പോൾ ചെയ്തിരുന്നല്ലോ. അന്നും ഇതേ ചോദ്യം ചോദിച്ചിരുന്നു. ആട് 1 ഒരു ബോക്സ് ഓഫീസ് പരാജയമായിരുന്നിട്ട് ആട് 2 എങ്ങനെയാണ് ഇറക്കുന്നതെന്ന് നമ്മളോട് മീഡിയ മാത്രമല്ല തിയേറ്ററുകാർ ചോദിച്ചു, ഇൻഡസ്ട്രി ചോദിച്ചു. അതേ കോൺഫിഡൻസ് തന്നെയാണ് ആട് 3 ഇറങ്ങുമ്പോൾ പാർട്ട് 2 ഈ ഫ്രാഞ്ചൈസിയിൽ ഈ ക്യാരക്ടേഴ്സിനെ മലയാളികൾ, ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒന്നടങ്കം സ്വീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ആ ഫ്ലേവറും നമുക്കറിയാം, ഓഡിയൻസ് എന്താണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഇത് പറഞ്ഞ പോലെ ഇതിലെ ആ ക്യാരക്ടേഴ്സിനോടൊപ്പം തന്നെ അവർ തന്നെ പെർഫോം ചെയ്യുന്ന, വേണമെങ്കിൽ പുനർജന്മം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അതേ ടൈം ലൈൻസ്, പണ്ടത്തെ ടൈം ലൈൻസിൽ ജീവിച്ചിരുന്ന വേറൊരു ക്യാരക്ടേഴ്സിന് വിളിക്കാം. അത് ഓരോരുത്തരുടെ ഇമാജിനേഷൻ പോലെ ഇത് ചെയ്യാവുന്നതാണ്. അപ്പൊ ആട് 2ന്റെ ആട് 1 കഴിഞ്ഞ് ആട് 2ലേക്ക് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ക്യാരക്ടേഴ്സിനെ ആളുകൾ ജനങ്ങളോട് സ്വീകരിച്ചു, മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ ക്യാരക്ടേഴ്സിനെ നമ്മൾ ഒരു കഥയോടൊപ്പം അല്ലെങ്കിൽ ഹ്യൂമർ ഫ്ലേവറോടൊപ്പം കൊണ്ടുവന്നാൽ മലയാളികൾ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പ് ഉള്ളത് കൊണ്ടാണ് ആട് 2 അത് ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചു. ആട് 3ലേക്ക് വരുമ്പോൾ നേരത്തെ മിഥുൻ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്കെയിൽ വലുതാണ്. ഇതിലൊരു കുറച്ചും കൂടെ ഡെപ്തുള്ള ഒരു സ്റ്റോറി ഉണ്ട്. അപ്പം മറ്റത് ഇപ്പം ആട് 1-ൽ മിഥുൻ പറയുന്നതായിരിക്കും കറക്റ്റ്, നീലക്കുടുവ. അപ്പം എന്താണ് ഇതിന്റെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഇപ്പം ആട് 1-ൽ നമ്മളൊരു പെട്ടിയിലടച്ച നീലക്കുടുവയിലേക്ക് പിന്നാലെ ഓടി. ആട് 2-ൽ നമ്മളൊരു പെട്ടിയിലടച്ച ഒരു കമ്മട്ടത്തിന്റെ പിന്നാലെ ഓടി. ആട് 3-ലും ആ ഓട്ടം പാപ്പനും സംഘവും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. 2 ടൈം ലൈനിൽ ചിലപ്പോൾ ഓടിയെന്ന് വരും. ഇത്രയുള്ളൂ വ്യത്യാസം. ബേസിക്കലി ആ പഴയ ടൈം ലൈൻ സൃഷ്ടിച്ചെടുക്കാൻ ഇത്തിരി കഷ്ടപ്പെട്ടു. അത് നിങ്ങൾക്ക്